എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് എയ്സിന്റെ ചേതനയേറ്റ ശരീരം അത് കണ്ട് ലൂഫി ഒച്ചത്തില് നിലവിളിച്ച് കരയാണ്. ലൂഫി കരഞ്ഞു കരഞ്ഞ് അങ്ങനെ ഫ്രീസായി പോയിരിക്കുകയാണ്. അവനെ കൊണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യാനോ വിശ്വസിക്കാനോ കഴിയുന്നില്ല. അപ്പൊ അവിടുന്ന് വീണ്ടും ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ചെറുപ്പത്തിൽ ഇതുപോലെ തന്നെ എയ്സ് അവൻ മരിച്ചു കിടക്കുന്നത് പോലെ ലൂഫിയെ പറ്റിച്ചു. ആ സമയത്തും ലൂഫി ഇതുപോലെ തന്നെ നിലവിളിച്ച് കരഞ്ഞു. അന്ന് എയ്സ് ചാടി എഴുന്നേറ്റ് അവന്റെ തലയ്ക്കൊരു കിഴുക്ക് വെച്ച് കൊടുത്തു പറയും, ഞാൻ നിന്നെ വെറുതെ പറ്റിച്ചതല്ലേ, ഞാൻ മരിച്ചു പോയിട്ടൊന്നുമില്ല. ഒരു കാരണവശാലും നീ ജീവിച്ചിരിക്കുമ്പോ എന്നെ കൊണ്ട് ഒരിക്കലും നിന്നെ വിട്ടു പോകാനാവില്ല. ഞാൻ എപ്പോഴും ദൂരത്താണെങ്കിലും അടുത്താണെങ്കിലും നിന്നെ ഓർത്ത് നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത അങ്ങനെ വാക്കു കൊടുത്ത എയ്സാണ് ഇപ്പോ ചെറിയൊരു ചിരിയോടുകൂടെ ജീവനറ്റ് കിടക്കുന്നത്. പിന്നെ അവിടുന്ന് സൂം ഔട്ട് ചെയ്ത് ഇപ്പൊ കാർപ്പിനെ കാണിക്കും. ആളാണെങ്കിൽ ഫ്രീസ് ആയിട്ട് കിടക്കുകയാണ്. ആളുടെ മനസ്സിലേക്ക് അവസാനമായി കോൾഡി റോജറിന് കൊടുത്ത വാക്കായിരിക്കും ഓർമ്മ വരിക. കോൾഡി റോജർ തനിക്കൊരു മകനുണ്ട് എന്നാകെ ഈ ലോകത്തുള്ള ഒരേ ഒരാളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് സാക്ഷാൽ കാർപ്പ്. കാർപ്പ് എയ്സിനെ ആരുടെയും കയ്യിൽ പെടാതെ അവനെ സുരക്ഷിതമായി കാത്തുകൊള്ളാം എന്ന് വാക്ക് കൊടുത്താണ് വളർത്തിക്കൊണ്ടു വന്നത്. എയ്സിനൊരു ബെസ്റ്റ് ഫ്രണ്ടായി നല്ലൊരു ബ്രദറായി അവന് ലൂഫിയെ കൂടെ സമ്മാനിച്ചു. അവർ രണ്ടുപേരും ചെറുപ്പം മുതൽക്ക് തന്നെ ഒരേ ലക്ഷ്യത്തോടും ഒരേ വാശിയോടും ഒരേ തീവ്രമായ ആഗ്രഹത്തോടും കൂടെ തന്നെയാണ് വളർന്നു വന്നത്. കാർപ്പിന്റെ ആഗ്രഹം അദ്ദേഹത്തെ പോലെ തന്നെ വലിയ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് നേവിക്കാരായി മാറണം എയ്സും ലൂഫിയും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. കട്ട് ചെയ്ത പൈററ്റ്സ് എല്ലാവരും ഇപ്പൊ എയ്സിന്റെ ബോഡി നോക്കി നിൽക്കുകയാണ്. ആക്ച്വലി നേവിക്കാര് അവർ വലിയ ചതി ചെയ്തു. പ്രോപ്പറായ ഒരു എക്സിക്യൂഷന് പകരം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ആരും അറിയാതെ കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് എയ്സിനെയും ബാക്കിയുള്ള പൈററ്റ്സിനെയും എല്ലാവരെയും തകർക്കാനായിരുന്നു അവരുടെ ശ്രമം. എയ്സ് രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ അക്കൈനോ ആണെങ്കിൽ ഒരു ദാക്ഷിണ്യമില്ലാതെ അവന്റെ പവർ വെച്ച് എയ്സിനെ തല്ലിക്കൊന്നു. എയ്സ് അവിടുന്ന് രക്ഷപ്പെട്ടു പോയാൽ അത് നേവിക്കാർക്ക് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അപമാനകരമായ ഒരു കാര്യമാണ്. അക്കൈനോ ആണെങ്കിൽ നേവിയുടെ മുഖം രക്ഷിക്കാനാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ ലൂഫിക്ക് അതൊരു തീരാ നഷ്ടമാണ് ഉണ്ടാക്കിയത്. ഇവിടെ വൈറ്റ് ബേർഡിനാണെങ്കിൽ എന്താ പറയേണ്ടെന്ന് അറിയില്ല. ഇവിടെ ജനങ്ങളാണെങ്കിൽ സ്നെയിലിലൂടെ ആ ഒരു കാര്യം കണ്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ്. എയ്സ് മരിച്ചോ, അവൻ അക്കൈനോ ആളുടെ പവർ ഉപയോഗിച്ചാണോ കൊന്നത് എന്നൊക്കെ ചിന്തിച്ച് അവരങ്ങനെ വണ്ടറടിച്ച് നിൽക്കും. ലൂഫി ആണെങ്കിൽ എയ്സിനെ അക്കൈനോ അട്ടിച്ചു കൊല്ലുന്ന ആ ഒരു രംഗം അത് വീണ്ടും വീണ്ടും ആലോചിച്ച് അങ്ങനെ നിലവിളിച്ച് കരയാണ്. ബിക്കോസ് അക്കൈനോ അവൻ കൊല്ലാൻ ശ്രമിച്ചത് ആക്ച്വലി എയ്സിനെ ആയിരുന്നില്ല, മറിച്ച് ലൂഫിയെ ആയിരുന്നു. ലൂഫിയെ രക്ഷിക്കാനാണ് എയ്സ് അവന്റെ ജീവൻ പണയം വെച്ചത്. ലൂഫി നിർത്താതെ നിലവിളിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ അവന്റെ വായിലൂടെ ചോര പുറത്തേക്ക് വരാണ്. ലൂഫി ഇങ്ങനെ കരയുകയാണെങ്കിൽ അവനും അവന്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് ഇവാന് ബോധ്യാവും. അപ്പോഴായിരിക്കും അക്കൈനോ അവൻ മുഴുവനായിട്ടും അവന്റെ പവർ പുറത്തേക്ക് റിലീസ് ചെയ്ത് ലൂഫിയെ ലക്ഷ്യമാക്കി പായാണ്. നിങ്ങൾ ചേട്ടനും അനിയനും ഒരുമിച്ച് ഈ ലോകത്തിൽ നിന്ന് വിട പറയണമെന്ന് പറഞ്ഞ് ഇപ്പൊ ലൂഫിയെ കൊല്ലാൻ അവൻ പാഞ്ഞടുക്കും. അവൻ അങ്ങനെ അടുത്ത് വരെ ലൂഫി ആണെങ്കിൽ അനങ്ങാതിരിക്കുകയാണ്. കാരണം അവനിപ്പോ ഒട്ടും സ്ട്രെങ്ത് ഇല്ല. അവൻ ക്ലോസ് എത്തുമ്പോഴായിരിക്കും സാക്ഷാൽ മാർക്കോ അവനിപ്പോ അവനെ തടയുക. അക്കൈനോ ആണെങ്കിൽ എന്നെ വിട്, എനിക്ക് അവനെ കൊല്ലണമെന്ന് പറഞ്ഞ് മുൻപോട്ടേക്ക് ഫോഴ്സില് ചെയ്യും. അതിന് മാർക്കോ ആണെങ്കിൽ അവനെ ഒട്ടും വിടാതെ പിടിച്ചു നിർത്തുകയാണ്. അതിനുശേഷം ജിംബയോട് ലൂഫിയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് പറയും. അത് കേൾക്കേണ്ട താമസം ജിംബയാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ തൂക്കിയെടുത്ത് അവിടുന്ന് ഓടാൻ തുടങ്ങും. മാർക്കോ ആണെങ്കിൽ നിലവിളിച്ച് പറയും, നീ ഞങ്ങളുടെ എയ്സിനെ അവനെ തകർത്തില്ലാതാക്കിയല്ലേ, ഞങ്ങളുടെ ഒരു സഹോദരനെയാണ് നീ ഞങ്ങളിൽ നിന്ന് തട്ടിപ്പറിച്ചത്. ഒരു കാരണവശാലും ലൂഫിയെ അവനെ നിനക്ക് വിട്ടുതരാനായിട്ട് ഞങ്ങൾ തയ്യാറാവില്ല. എയ്സിനു വേണ്ടി അവനെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും. അത് കേട്ട് ബാക്കി പൈററ്റ്സും വീണ്ടും ഒരു വലിയ യുദ്ധത്തിന് തയ്യാറെടുക്കാൻ ആരംഭിക്കും. മുംബൈയാണെങ്കിൽ ലൂഫിയെ കൊണ്ട് ദൂരേക്ക് ഓടുകയാണ്. ലൂഫിക്കാണെങ്കിൽ ഒരനക്കവും ഇല്ല. ഇവിടെ അക്കൈനോ അവൻ അടിച്ചു പറയും, എന്തൊക്കെ സംഭവിച്ചാലും ലൂഫിയെയും എയ്സിന്റെ കൂടെ തന്നെ ഞാൻ എന്നേക്കുമായിട്ട് യാത്ര അയക്കുമെന്ന് പറഞ്ഞ് മാർക്കോയെ അച്ചരം പൊച്ചറ അറ്റാക്ക് ചെയ്യും. അടുത്ത നിമിഷം സാക്ഷാൽ വൈറ്റ് ബിയർഡ് ആള് ചാടി വീണ് അക്കൈനോയെ ആഞ്ഞെട്ടിക്കുകയാണ്. ആ ഒരു ഇടിയില് അക്കൈനോ അവൻ അങ്ങനെ തറയൊക്കെ തകർത്ത് ഭൂമിയിലേക്ക് ഓടുന്നു പോകും. പക്ഷെ അക്കൈനോയ്ക്കാണെങ്കിൽ ചെറിയ ചില പരിക്കുകൾ പറ്റിയെന്നല്ലാതെ കാര്യമായിട്ട് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അവനും അവന്റെ പവർ മുഴുവനായിട്ട് റിലീസ് ചെയ്ത് ഇപ്പൊ വൈറ്റ് ബിയർഡുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അക്കൈനോ ആണെങ്കിൽ ഇപ്പൊ വൈറ്റ് ബിയർഡിന്റെ വിഷൻ അത് മറച്ച് എയ്സിനെ എങ്ങനെ പഞ്ച് ചെയ്തോ അതുപോലെ തന്നെ വൈറ്റ് ബിയർഡിനെയും ആഞ്ഞ് പഞ്ച് ചെയ്യും. ഉടനെ വൈറ്റ് ബിയർഡ് പൈററ്റ്സ് അവരിപ്പോ വൈറ്റ് ബിയർഡിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. വൈറ്റ് ബിയർഡിന് നന്നായിട്ട് അറിയാം
വൈറ്റ് ബിയർഡിന്റെ എറ അതവിടെ അവസാനിക്കാൻ പോവാണെന്ന്. പക്ഷെ ഒരു കാരണവശാലും തന്റെ മക്കൾക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. താൻ ഏറ്റവും പ്രിയപ്പെട്ട് വളർത്തിയ, കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത, സ്നേഹിച്ച് വളർത്തിയ എയ്സിനെ തനിക്ക് നഷ്ടമായി. ഇനി ഒരാൾക്ക് പോലും ഒന്നും സംഭവിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഇപ്പൊ വൈറ്റ് ബിയർഡ് ആള് സ്ട്രോങ് ആയി അക്കൈനയുടെ ആ ഒരു വോൾക്കാനോ പവറിലൂടെ അകത്തേക്ക് കൈയിട്ട് അവന്റെ കോളറിൽ പിടിച്ച് അങ്ങനെ തൂക്കിയെടുക്കുകയാണ്. ഇങ്ങനെ ഒരു അറ്റാക്ക് അത് അക്കൈന ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവന്റെ ഹാർട്ട് ബീറ്റ് അതിപ്പോ കൂടാനായിട്ട് തുടങ്ങും. വൈറ്റ് ബിയർഡ് അവനെ അങ്ങനെ പൊക്കിയെടുത്ത് മുകളിലേക്ക് വലിച്ചെറിയും. അവൻ മുകളിലേക്ക് തെറിച്ചുപോയി നല്ല ഫോഴ്സിൽ താഴേക്ക് വരികയാണ്. വൈറ്റ് ബിയർഡിന്റെ മനസ്സിൽ ഇപ്പൊ ചേതനേറ്റ് കിടക്കുന്ന എയ്സിന്റെ മുഖം മാത്രമാണ്. ഏനോ അങ്ങനെ താഴേക്ക് വരെ വൈറ്റ് ബിയർഡ് ആളുടെ ഫുൾ പവർ എടുത്ത് റെഡിയാവും. അവൻ ക്ലോസ് എത്തിയ ഉടനെ വൈറ്റ് ബിയർഡ് എയറിൽ പഞ്ച് ചെയ്യും പോലെ അവന്റെ നെഞ്ചിൽ തന്നെ ഒരു പഞ്ച്. ആ ഒരു പഞ്ചില് അവന്റെ ബോഡി മുഴുവൻ ക്രാക്ക് ആവുകയാണ്. ചോര ഛർദിച്ച് അവനിപ്പോ തകർന്ന് താഴേക്ക് വീഴാണ്. അവൻ മാത്രമായിരിക്കില്ല, ആ ഒരു അറ്റാക്കില് ആ ഒരു പ്രദേശം മുഴുവനായിട്ടും തകരാൻ തുടങ്ങുകയാണ്. ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ ഇപ്പൊ കടപുഴകി വീഴും. സെൻഗോക്കുവിനാണെങ്കിൽ വൈറ്റ് ബിയർഡിന്റെ ആ ഒരു പഞ്ച് അതൊക്കെ കാണുമ്പോൾ കുറച്ച് പേടിയാവും. കാരണം ഇതുപോലെ 2 പഞ്ച് വെച്ച ആ ഒരു പ്രദേശം മുഴുവൻ കടലിൽ മുങ്ങിപ്പോവും. അടുത്ത നിമിഷം ആ നേവി ഹെഡ്ക്വാർട്ടേഴ്സ് അത് മുഴുവനായിട്ടും തകർന്ന് നിലം പൊത്തും. അക്കൈനോയ്ക്ക് ആണെങ്കിൽ ആ ഒരു അടിയുടെ പവറിൽ ഒന്ന് അനങ്ങാൻ പോലും കഴിയില്ല. അവനിപ്പോ വൈറ്റ് ബിയർഡിനെ വായിൽ വന്ന ചീത്ത മുഴുവൻ വിളിക്കും. എന്നിട്ട് ഒരുപാട് വേദനയില് അവൻ പൊട്ടിക്കരയാൻ തുടങ്ങും. ആ ഒരു പ്രദേശം മുഴുവൻ കിടുങ്ങി വിറച്ച് ഇപ്പോ ബിൽഡിങ്ങുകളും സ്ഥലങ്ങളും ഒക്കെ തകർന്ന് പൈററ്റ്സും നേവിക്കാരും ഒക്കെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓരോ ഭാഗത്തേക്ക് ഓടുകയാണ്. അപ്പോഴായിരിക്കും മറ്റൊരു വമ്പൻ ട്വിസ്റ്റ്. ആ പൈററ്റുകള് അവർ നിന്ന സ്ഥലവും നേവി നിന്ന സ്ഥലവും ഇപ്പൊ 2ആയിട്ട് പിളർന്നു പോവാണ്. വൈറ്റ് ബിയർഡ് ഉള്ളത് ആ നേവിക്കാർ നിൽക്കുന്ന പ്രദേശത്താണ്. ഇവിടെ പൈററ്റ്സ് അവര് കണ്ണിമ വെട്ടാതെ നമ്മുടെ വൈറ്റ് ബിയർഡിനെ തന്നെ നോക്കി നിൽക്കും. പൈററ്റ്സ് ടീമിനാണെങ്കിൽ ഓൾമോസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാവും. ആ നേവി ബേസ് അത് മുഴുവനായിട്ടും തകർത്ത് വൈറ്റ് ബിയർഡും അധികം താമസിയാതെ തന്നെ അവർക്ക് നഷ്ടമാകുമെന്ന് അവർ ഉറപ്പിക്കും. ഓൾറെഡി എയ്സ് നഷ്ടപ്പെട്ട വേദന അത് അവർക്ക് മറക്കാനായിട്ടില്ല. അതിനോടൊപ്പം അവരേറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അവരുടെ പപ്പ, അദ്ദേഹത്തെ വിട്ടുപിരിയാൻ അവർക്കാവുന്നില്ല. അടുത്ത നിമിഷം വൈറ്റ് ബിയർഡ് ആളുടെ സ്ക്വാഡ് കറക്കും. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യേ. നിങ്ങൾക്കിപ്പോ ഫൈറ്റ് ചെയ്യാൻ ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. എന്നെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ പറ്റുമെങ്കിൽ തോൽപ്പിക്കാൻ പറഞ്ഞ് വൈറ്റ് ബിയർഡ് അങ്ങനെ നിൽക്കും. ഇവിടെ മാർക്കോയ്ക്ക് കറക്റ്റ് ആയിട്ട് അറിയാം വൈറ്റ് ബിയർഡ് തങ്ങളെ രക്ഷിക്കാനാണ് സ്വന്തം ജീവൻ സാക്രിഫൈസ് ചെയ്യുന്നതെന്ന്. അദ്ദേഹത്തിന്റെ ഈ വലിയ ത്യാഗം അത് വൃഥാവിലാവാൻ പാടില്ല. സോ മാർക്കോ ആണെങ്കിൽ എല്ലാവരോടും കപ്പലിലേക്ക് കയറാൻ പറയും. പക്ഷെ ചിലരാണെങ്കിൽ അപ്പോഴും അതിന് തയ്യാറാവാതെ വൈറ്റ് ബിയർഡിന്റെ പേര് വിളിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കും. കമാൻഡേഴ്സ് എല്ലാവരെയും ചേർന്ന് ഓരോരുത്തരായിട്ട് പിടിച്ചു വലിച്ച് കപ്പലിലേക്ക് കയറ്റും. അവിടെ ഉണ്ടായിരുന്ന നേവി കപ്പലുകൾ അടക്കം അവരാവശ്യത്തിനനുസരിച്ച് എടുത്ത് ഇപ്പോ യാത്ര തുടങ്ങാൻ ആരംഭിക്കും. അപ്പോഴായിരിക്കും ആ നേവി ആൾക്കാര് അവര് വൈറ്റ് ബിയർഡിന്റെ പൈററ്റ്സ് അവർ രക്ഷപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. വൈറ്റ് ബിയർഡും ആളുടെ കമാൻഡേഴ്സ് ഒക്കെ ചേർന്ന് ആ ബുള്ളറ്റ്സുകളെല്ലാം തന്നെ തടയും. 20ഉം 50ഉം 100 പേരൊക്കെ ചേർന്ന് വൈറ്റ് ബിയർഡിനെ അറ്റാക്ക് ചെയ്യാണ്. അതേസമയം മറ്റൊരു ഭാഗത്ത് ജിംബൈ ആള് ലൂഫിയൻ തൂക്കിയെടുത്ത് ഒരു കപ്പലിനെ ലക്ഷ്യമാക്കി ഓടും. അവരുടെ തൊട്ട് പിന്നാലെ തന്നെ പ്രിൻസസും. അപ്പോഴായിരിക്കും എല്ലാവരും പുറകില് ആ വലിയ ബിൽഡിങ്ങിന് മുകളിലായി ആരെ ഒരാളെ കാണാം. വന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ബ്ലാക്ക് ബിയർഡ്. വൈറ്റ് ബിയർഡിനാണെങ്കിൽ അവനെ കണ്ട് കൺട്രോൾ പോവും. നീ ഒരുത്തൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. ബ്ലാക്ക് ബിയർഡ് അതൊന്നും മൈൻഡ് ചെയ്യാതെ മുൻപോട്ടേക്ക് വരും. ഗവൺമെന്റ് അത്രയും കാലവും ആരുടെ കണ്ണിൽ പെടാതെ മറച്ചു വെച്ചിരിക്കുന്ന വലിയ വലിയ ക്രിമിനൽസ്, അവരെയും കൊണ്ടായിരിക്കും അവൻ അവിടേക്ക് വന്നിട്ടുണ്ടാവുക. ബ്ലാക്ക് ബിയർഡ് കൊണ്ടുവന്ന ആ ടെററായിട്ടുള്ള ഓരോരോ വില്ലന്മാര് അവരിപ്പോ പുറത്തേക്ക് വരാണ്. ബ്ലാക്ക് ബിയർഡ് ആണെങ്കിൽ അവന്റെ ടീമിനെ അങ്ങനെ ചേർത്ത് പിടിച്ച് പൊട്ടിച്ചിരിക്കും. അതുകൊണ്ട് വൈറ്റ് ബിയർഡ് ആള് മറിച്ച് പല്ല് കടിച്ച് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.